ഹലോ ഹായ്, അപ്പോൾ ഞാൻ സ്മിത ആൽവി. ഞാനിന്ന് വന്നിട്ടുള്ളത് എല്ലാവർക്കും ഒരു ഡൗട്ടുണ്ട്, നമുക്ക് കല്യാണത്തിന് മുന്നേ ആയിട്ട് എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് വേണ്ടതെന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ സലൂണിൽ ആദ്യം വരുമ്പോൾ നമ്മൾ ചെയ്യുന്നത് കൺസൾട്ടിങ് ആണ്. ഫേസിൽ എങ്ങനെ മേക്കപ്പ് അവർ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ്, ഹെയർ സ്റ്റൈൽ എങ്ങനെയാണ്, ഇതൊക്കെ നമ്മൾ ജസ്റ്റ് അവരുമായിട്ട് കൺസൾട്ട് ചെയ്ത് ഫുൾ ഐഡിയ നമ്മൾ എടുക്കും ആദ്യം. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് സ്കാൽപ്പും സ്കിന്നും ചെക്ക് ചെയ്യും. കാരണം നമുക്ക് മേക്കപ്പ് ചെയ്യുമ്പോൾ എപ്പോഴും സ്കിന്ന് ഏത് ടൈപ്പാണ്, എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ട് സ്കിന്നിന്, അതെല്ലാം നമ്മൾ സോൾവ് ചെയ്ത് വേണം ഒരു മേക്കപ്പ് ചെയ്യാനായിട്ട്. ഈവൻ ലാസ്റ്റിംഗ് കിട്ടണമെങ്കിൽ വരെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കും. നോർമലി നമ്മൾ നോക്കുന്നതിനെക്കാട്ടും ഒരു മെഷീൻ യൂസ് ചെയ്ത് നോക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ഡീപ്പായിട്ട് അതിനെക്കുറിച്ച് അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് കൺസൾട്ടിങ് കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾ ചെയ്യുന്നത് സ്കാൽപ്പും സ്കിന്നും ചെക്ക് ചെയ്യാറാണ്. അപ്പോൾ നമുക്കിപ്പോൾ സ്കാൽപ്പും സ്കിന്നും ചെക്ക് ചെയ്യാം. ആദ്യം സ്കാൽപ്പിൽ വന്നിട്ട് പെർമനന്റ് ബ്ലോ ഡ്രൈ ചെയ്തിട്ടുണ്ട്. ഇത് ചെയ്തതിന് ശേഷമുള്ള ആഫ്റ്റർ ലുക്കാണ്. ഇതിപ്പോൾ എത്ര മാസമായി നമ്മൾ ചെയ്തിട്ട്? ഒരു മാസം ആയതേ ഉള്ളൂ നമ്മളിപ്പോൾ ചെയ്തിട്ട്. ഇത് പെർമനന്റ് ബ്ലോ ഡ്രൈ ആണ് ചെയ്തത്. അപ്പോൾ കെമിക്കൽ ട്രീറ്റഡ് ഹെയർ ആണ്. ഓൾറെഡി കുറച്ചുകൂടെ ഒന്ന് കെയർ ചെയ്ത് ചെയ്യേണ്ട ആവശ്യം നമുക്കുണ്ട്. അത് കഴിഞ്ഞിട്ട് സ്കാൽപ്പ് നോക്കുവാണെങ്കിൽ അത്യാവശ്യം ആൾക്കിപ്പം നോർമൽ സ്കാൽപ്പായിട്ടാണ് നിൽക്കുന്നത്. അതിൽ കുറച്ച് ഓയിലി കൂടിയിട്ടുണ്ട്. അതെനിക്ക് ഒരു വാഷ് മെനിങ്ങാന്ന് ഈവനിങ് ആണ് ലാസ്റ്റ് വാഷ് ചെയ്തിട്ടുള്ളത്. അപ്പം അതിൻ്റെതായ ഒരു സെബം സെക്രീഷൻ നമുക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് കുറച്ച് കൂടിയിട്ടാണ് ഓയിലി ആയിട്ട് ഇപ്പം നിൽക്കുന്നത്. നമ്മൾ സ്കാൽപ്പ് ചെക്ക് ചെയ്ത് കഴിഞ്ഞു. സ്കാൽപ്പിൻ്റെ പ്രോബ്ലംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി കെമിക്കൽ ട്രീറ്റഡ് ഹെയർ ആയിട്ട് തന്നെ അത്യാവശ്യം കെയറിങ്ങോടുകൂടി ചെയ്യേണ്ടതാണ്. അപ്പോൾ അത്യാവശ്യം ഹാർഡ് സ്പ്രേസ് ഒക്കെ കൂടുതൽ യൂസ് ചെയ്യാണ്ടിരിക്കുന്നതാണ് നമുക്ക് നല്ലത്. നമുക്ക് അതിനെ പറ്റി യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ സ്കാൽപ്പ് വന്നിട്ട് അത്യാവശ്യം ഓയിലി ആയതുകൊണ്ട് തന്നെ അന്ന് തന്നെ വാഷ് ചെയ്തിട്ട് നമ്മൾ ഹെയർ സ്റ്റൈലിംഗ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ക്ലൻസിങ് ഷാമ്പൂ എന്തെങ്കിലും ക്ലാരിഫൈ ഷാമ്പൂ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഹെയർ സ്റ്റൈൽ ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ടും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. ഇപ്പോൾ നമ്മൾ സ്കിന്നാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. സ്കിന്ന് വന്നിട്ട് നേരത്തെ ആൾക്ക് ചെക്ക് ചെയ്തിരുന്നു, നന്നായിട്ട് ആക്നീസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ അറിയാം നമുക്ക് ചെറിയൊരു റെഡ്നെസ് ഇതിൽ നമുക്ക് കാണുന്നുണ്ട്. സെൻസിറ്റീവ് സ്കിന്നും കൂടെ ആയതുകൊണ്ടാണ് നമുക്ക് ചെറിയൊരു റെഡ്നെസ് കൂടിയിട്ടുള്ളത്. അത്യാവശ്യം കോമ്പിനേഷൻ സ്കിന്നാണ്. അതിൽ വന്നിട്ട് നമുക്ക് ഈ നോസ് ഏരിയ, ലിപ്പ് ഏരിയ ഇത്രയാണ് നമുക്ക് എപ്പോഴും ഓയിലി ആവുന്നത്. കോമ്പിനേഷൻ സ്കിന്നിന് വരുമ്പോഴത്തേക്ക് നമ്മൾ മേക്കപ്പ് ചെയ്യാനുള്ള രണ്ട് രീതിയിലുള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്യേണ്ടി വരും. അതായത് ഓയിലി ആയിട്ടുള്ള ഭാഗങ്ങളിൽ ഓയിൽ കൺട്രോൾ ചെയ്യുന്ന രീതിയിലുള്ള പ്രൈമേഴ്സ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. നമുക്ക് കോമ്പിനേഷൻ സ്കിൻ ആയതുകൊണ്ട് തന്നെ രണ്ട് ടൈപ്പിലുള്ള രീതിയിലുള്ള ബേസ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇപ്പം നോക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഏത് ഫേഷ്യലാണ് ആൾക്ക് ചെയ്യാനുള്ളത്. കാരണം സെൻസിറ്റീവ് ആണ് പറഞ്ഞതുപോലെ, അത്യാവശ്യം ആക്നി പ്രോൺ സ്കിന്നും ആയതുകൊണ്ട് നമുക്ക് നോർമൽ ഫേഷ്യൽസ് ഒന്നും പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ട്രീറ്റ്മെന്റ് ബേസിലുള്ള ഫേഷ്യൽസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സ്കിന്നിൽ എന്തൊക്കെയാണോ പ്രോബ്ലംസ് ഉള്ളത് അത് സോൾവ് ചെയ്യുന്ന രീതിയിലുള്ള ഫേഷ്യലാണ് നമ്മൾ ആൾക്ക് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ആ തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്ന ഹീറ്റ് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സ്പായാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഹെയർ കുറച്ച് നമ്മൾ കെമിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ ചെറുതായിട്ടൊരു സെൻസിറ്റീവ്നെസ് അല്ലെങ്കിൽ ഒരു വീക്ക്നെസ് കാണുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സ്കാൽപ്പിൽ ഓയിലി ആയതുകൊണ്ടും അത്യാവശ്യം നമുക്ക് ഡീടോക്സിങ് കിട്ടുന്ന രീതിയിലുള്ള ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പായാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ആര്യയുടെ ഹെയർ സ്പാ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഓൾറെഡി ബ്ലോ ഡ്രൈ ചെയ്ത ഹെയർ ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ട് ഇതേ കണക്ക് കിടപ്പുണ്ട്. സ്പായൊക്കെ ചെയ്തുകൊണ്ട് അത്യാവശ്യം എക്സസ് ഓയിൽ കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. ഷൈൻ കണ്ടോ, നമ്മുടെ ഹെയറിൽ അത്യാവശ്യം ഷൈനൊക്കെ ആഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അത്യാവശ്യം ഹീറ്റൊക്കെ കൊടുത്താലും മുടിക്ക് നേരിട്ട് വലിയ പ്രോബ്ലംസ് ഒന്നും തന്നെ ഉണ്ടാവില്ല. കാരണം നമ്മൾ ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പായാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് മുടിക്ക് വലുതായിട്ട് ഡാമേജോ കാര്യങ്ങളോ ഇനി അധികം ഉണ്ടാവില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പാ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ അടുത്ത ട്രയലിലേക്കാണ് കിടക്കാൻ പോകുന്നത്. ഒരു കൊണ്ട കെട്ടി വെച്ചിരിക്കുന്ന ഒരു ഫീൽ ഉണ്ടല്ലേ. ഈ ഒരു ഭാഗമായിരിക്കും നല്ല ഭംഗിയല്ലേ. നമുക്കിവിടെ വേറൊരു സ്റ്റൈലിലൂടെ ഒരു സൈഡ് ചെയ്ത് കാണിച്ചു തരാം. സ്പ്രേ ഒക്കെ അടിച്ച് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഒരു ഫിനിഷിങ് നമുക്ക് ഫീൽ ചെയ്യും. ഈ ഒരു സ്റ്റൈലിന് അധികം നമുക്ക് റിബ് വേണ്ട. നമ്മൾ അന്ന് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഇതായിട്ടേ ചെയ്യുള്ളൂ കേട്ടോ. ഇപ്പൊ തന്നെ കുറച്ച് ഐഡിയാസ് ഒക്കെ പറഞ്ഞില്ലേ കുറച്ച്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഓക്കെ. അതാണ് ട്രയൽ കൊണ്ടുള്ള ഗുണം. എനിക്കടുത്ത് ട്രയൽ എടുക്കത്തില്ല. ഈ ട്രയൽ കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ സ്വന്തമായിട്ടൊരു ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഐഡിയ, ഓൺ ഐഡിയ. ഓക്കെ, ഇപ്പൊ സുന്ദരിയല്ലേ, ഇനി മേക്കപ്പ് കൂടെ വന്നാൽ മതിയല്ല. അപ്പോൾ നമുക്കിത് ഫിക്സ് ചെയ്യാം അല്ലേ. ട്രയലെല്ലാം കഴിഞ്ഞു. അടുത്ത് നമ്മൾ ഫേഷ്യലിലോട്ടാണ് പോകാൻ പോകുന്നത്. ഫേഷ്യൽ ആൾക്ക് ഡീറ്റാൻ മുതൽ സ്റ്റാർട്ട് ചെയ്യണം. അതിനുശേഷമാണ് ട്രീറ്റ്മെൻറ്റ് ബേസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്.
അപ്പോൾ നമ്മുടെ ആര്യയുടെ ഫേഷ്യലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം മറ്റന്നായാണ് ആര്യയുടെ റിസപ്ഷൻ വന്നിട്ട്. അപ്പം എങ്ങനെയുണ്ട് ഫേഷ്യലൊക്കെ? എങ്ങനെയുണ്ട്? നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി നടുവൊക്കെ പോയി എന്ന് പറയുന്നിട്ട് അല്ലേ? എന്തായാലും ഫേസ് കണ്ടപ്പോൾ സന്തോഷമായി. മാർക്കൊക്കെ കുറേ മാറി. മാർക്കെല്ലാം നല്ല വ്യത്യാസം വന്നു ആൾക്ക്. നമ്മൾ 2 സെറ്റിംഗ് അല്ലേ? 2 സെറ്റിംഗാണ് എടുത്തിട്ടുള്ളത് ആൾ ഫേസിൽ. നല്ല പിമ്പിളൊക്കെ ഉള്ളതുകൊണ്ട്, ആക്നി സ്കാർസ് ഉള്ളതുകൊണ്ട് ചെറിയ അത് റിമൂവ് ചെയ്യുന്ന രീതിയിലുള്ള ഫേഷ്യൽസാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ആളുടെ ഫേസ് കുറച്ച് നല്ല സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യുന്നില്ലേ? സോഫ്റ്റായി കുറച്ച് സ്മൂത്തായിട്ടുണ്ട്. ഹെയറും അതുപോലെ തന്നെ നമ്മൾ ട്രയലൊക്കെ കഴിഞ്ഞ് നിങ്ങൾ കണ്ടാണല്ലോ. അപ്പം ഇനി ലാസ്റ്റ് ഫൈനൽ ലുക്ക്, റിസപ്ഷൻ ലുക്കും കല്യാണ ലുക്കും വരുന്ന വീഡിയോയിലൂടെ കാണും. അപ്പോൾ ഹലോ ഹായ്, അപ്പോൾ ജസ്മിത അൽവി. ഇന്ന് ആര്യയുടെ റിസപ്ഷനാണ്. ആര്യയുടെ പ്രീ ബ്രൈഡലൊക്കെ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ഇന്ന് റിസപ്ഷനാണ്. ആര്യ കുറച്ച് ഡിഫറെൻ്റ് ആണ് കേട്ടോ. ആര്യ പറഞ്ഞത് എനിക്ക് നല്ലൊരു ചേഞ്ച് വേണം അല്ലേ, എൻ്റെ ഫേസ് ഞാൻ അല്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് അടിപൊളിയാക്കണം എന്നുള്ളൊരു അഭിപ്രായമാണ് ആര്യയുടേത്. അപ്പം നമ്മൾ പ്രൈമറൊക്കെ ഇട്ട് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണ്. അപ്പോൾ ആര്യയുടെ മേക്കപ്പ് നമുക്ക് എന്തായാലും ഇരുന്ന വഴി കാണാം. പിന്നെ ജീവിതം തുന്തനാലേന തുടക്കം മാംഗല്യം തന്തുനാലേന പിന്നെ ജീവിതം തുന്തനാലേന തുടക്കം. നമ്മുടെ ആര്യയുടെ റിസപ്ഷൻ ലുക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. ആര്യക്ക് ഇഷ്ടമായി? കണ്ണൊക്കെ കാണാനല്ലേ? ആര്യക്ക് ഒരു ഇതുണ്ടായിരുന്നു, കുറച്ച് ക്ലൗഡി ഫീൽ ആയതുകൊണ്ട് ഇങ്ങനെ തപ്പിയൊക്കെയാണ് കുറച്ച് നേരം നോക്കിക്കൊണ്ടിരുന്നത്. എന്നാലും ചെറിയ മിസ്റ്റേക്കൊക്കെ കണ്ടുപിടിക്കാൻ പറ്റി. ഹെയർ സ്റ്റൈലെല്ലാം ഒരു കേളി പാറ്റേണിലാണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം ഫ്രണ്ടിൽ നമുക്ക് കുറച്ചുകൂടെ ഹെയർ വരുന്ന രീതിയിലാണ് ഇപ്പോൾ സെറ്റ് ചെയ്തേക്കുന്നത്. ഓരോരുത്തരുടെ ഫേസിൻ്റെ ഷേപ്പ് അനുസരിച്ചാണ് നമ്മൾ ഫ്രണ്ട് വേരിയേഷൻ കറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം ബാക്കിലോട്ട് കൊടുത്തു. ഒരുപാട് ഹൈറ്റ് ചെയ്ത ആൾക്ക് അല്ലേ അത്ര നമുക്ക് സ്യൂട്ടാണെന്ന് തോന്നിയില്ല. അതുകൊണ്ടാണ് കുറച്ച് ഹൈറ്റ് കുറച്ച് ഹെയർ കിടക്കുന്ന രീതിയിൽ തന്നെയാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. നാളെ ഇനിയും അടുത്ത എയർ ബ്രഷ് മേക്കപ്പാണ്. നാളത്തെ ലുക്ക് കുറച്ചുകൂടെ ട്രഡീഷണൽ ലുക്കിൽ ട്രഡീഷണൽ സുന്ദരിയായിട്ട് ഒരുക്കാനാണ് അടുത്ത് നമ്മുടെ ഒരു ഇത്. ഓക്കെ, അപ്പൊ അത് നാളെ നമുക്ക് കാണാം. എന്നിട്ട് ആര്യയുടെ കൂട്ടുകാരിയാണ്. അപ്പൊ ആര്യയുടെ കൂട്ടുകാരിയോട് ചോദിക്കാം. സെൽഫ് മേക്കപ്പ് ഒക്കെ ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്, മുടിയൊന്നും കെട്ടിയിട്ടില്ല, ഇനി ടൈം ആയിട്ടേ ഉള്ളൂ എന്നാണ് പറയുന്നത്. ഇനിയുണ്ട് ഒരു ലോഡ് മേക്കപ്പ് അല്ലേ? ആര്യയുടെ മേക്കപ്പ് എങ്ങനെയുണ്ട്? ആര്യ ഭയങ്കര സിമ്പിളായിട്ട് എപ്പോഴും കിടക്കുന്നു. മേക്കപ്പ് ഒന്നും ചെയ്യത്തില്ല, ഓർണമെന്റ്സ് എടുത്തില്ല, ലൂസ് ഹെയർ, മറ്റേ ലൂസ് ഡ്രസ്സൊക്കെ ഇടുന്ന ആള്. പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ ഒരു മേക്കർ വന്നപ്പോൾ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ്. പെട്ടെന്ന് ഭയങ്കര വലുതായിട്ട് തോന്നുന്ന പോലെ തോന്നും. ഭയങ്കര ഭംഗി ഇങ്ങനെ കണ്ടിട്ടില്ല. ഭയങ്കര സിമ്പിളായിട്ട് എപ്പോഴും ഇടുള്ളൂ. നമ്മൾ നിർബന്ധിച്ച് വേണം എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിക്കാൻ. പക്ഷെ ഇത് മെയിൻറ്റെയിൻ ചെയ്താൽ മതി. ഇതിൽ ഈ മേക്കപ്പ് ലുക്കിൽ എങ്ങനെ മൊത്തം ഓവറോൾ ഒരു എന്താ ഒരു ന്യൂ ലുക്ക് ഫീൽ ചെയ്യുന്ന പുതിയ പോലെ നല്ല വ്യത്യാസമുണ്ട്. പക്ഷെ എന്നാ ഭയങ്കര അവളായിട്ട് നമുക്ക് നിൽക്കുന്നുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്. അതാണ് ആളെ തന്നെ നിർത്തിയിട്ടുണ്ട്, എന്നാ സൂപ്പർ ആയിട്ടുണ്ട്. അതായത് നമുക്ക് വേണ്ടുന്നത്. ഓക്കെ, അത് പൂർണ്ണമായില്ലേ? അപ്പൊ നാളെ കാണുമല്ലോ. നാളെ കാണാം. അപ്പൊ നാളെ ട്രഡീഷണൽ ലുക്കിൽ കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു, എനിക്ക് ആദ്യമൊക്കെ എന്താ പറയുക മോഡേൺ വേഴ്സ് ട്രഡീഷണൽ വരുമ്പോൾ ട്രഡീഷണൽ ലുക്കാണ് കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നത് ചേരുന്നത്. അപ്പം നാളെ എന്തായാലും നമുക്ക് കാണാം. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, അമ്മയും കൂടെ ചെറുതായിട്ടൊന്ന് സുന്ദരിയായിട്ടെ. ഇതിപ്പോൾ അമ്മയാണ്. അപ്പം അമ്മയും ചെറിയൊരു എന്താ പറയുക നല്ല സുന്ദരിയായിട്ട് നല്ല സാരിയൊക്കെ ഉടുത്ത് മാലയൊക്കെ സെറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് നിൽപ്പുണ്ട്. എങ്ങനെയുണ്ട് ആൻറ്റി മേക്കപ്പ്? ഇഷ്ടമായി? മോളുടെ മേക്കപ്പ് എങ്ങനെയാണ്? സൂപ്പറായി. ഓക്കെ, അപ്പം എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്. ഹായ്, ആര്യയുടെ വെഡ്ഡിങ് ഡേ ആണിന്ന്. റിസപ്ഷനൊക്കെ അടിപൊളിയായിരുന്നില്ലേ? കാസ്റ്റിംഗൊക്കെ ചെയ്തു. ഇന്ന് നമ്മളൊരു ബ്രൗൺ ഐസാണ് കൊടുത്തിട്ടുള്ളത്. ഇന്നലെ നമ്മളൊരു ഗ്രേ കളറാണ് കൊടുത്തത്. ഇന്ന് നമ്മൾ ബ്രൗൺ ഐസാണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം ട്രയലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നോക്കിയിട്ട് ഏതാണോ സ്യൂട്ട് ആവുന്നത് അതായിരിക്കും നമ്മൾ ഹെയർ സ്റ്റൈൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോയിലൂടെ കാണാം. അപ്പോൾ നമ്മുടെ ആര്യയുടെ ബ്രൈഡൽ ലുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ലാസ്റ്റ് ലുക്ക്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അതെങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? നല്ല ഇഷ്ടമായി.
വിചാരിച്ച പോലെ തന്നെ അതോ വിചാരിച്ചുപരി അടിപൊളിയായോ എങ്ങനെയാണ്? അടിപൊളിയായി. ഓക്കെ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കേട്ടോ ഇവരുടെ ഈ ആൻറ്റിക് ഡിസൈൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്ന് അറിയണം, ആരിട്ടാലും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ മാലയുടെ ഒരു കളക്ഷനൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഒരേ ആ ഒരു പാറ്റേണിൽ വരുന്ന നെക്ലസസ് എല്ലാം നേരത്തെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇവരല്ലേ, എല്ലാം നേരത്തെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇയർ ചെയിൻ നമുക്ക് വേണമെന്ന് തോന്നുന്നുണ്ടോ? മറന്നുപോയി. അപ്പോൾ നമുക്ക് ഇയർ ചെയിനൂടെ ഇടാനുണ്ട്. ലാസ്റ്റ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. ഞാനത് ഇടാനായിട്ട് മറന്നുപോയി. ഓക്കെ, പിന്നെ ഹെയർ സെറ്റിംഗ് കൊടുത്തിരിക്കുന്നത് മെസ്സി ബ്രൈഡിൽ തന്നെ ഇങ്ങനെ ഒരു സെറ്റിംഗ് ആണ്. നമ്മുടെ ഫ്ലവേഴ്സ് വേറെ ഒരു ഫ്ലവറും ആൾക്ക് വെക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. റോസോ അങ്ങനത്തെ പെറ്റൽസോ ഒന്നും വേണ്ട, വെറും വൈറ്റ് ഫ്ലവർ മാത്രം മതി എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പം നമ്മുടെ ആര്യക്കുട്ടിയുടെ മേക്കപ്പൊക്കെ കഴിഞ്ഞു. ഇത് കണ്ടിട്ട് ഇനി അല്ലേ അത് പുതിയ പുതിയ വർക്കൊക്കെ നമുക്ക് വരും എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണുന്നവരെ താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്.